أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين لا عدوان إلا على الظالمين ومن تبعهم بإحسان إلى يوم الدين. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് സബഇന്റെ 14-ാമത്തെ സൂക്തമാണ് ഇന്ന് പഠനത്തിന് വിധേയമാക്കുന്നത്. നേരത്തെയുള്ള വചനത്തിലെ ജിന്ന് വർഗത്തിലെ ഒരു വിഭാഗം ആളുകൾ സുലൈമാൻ നബിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളെപ്പറ്റി, വേലകളെപ്പറ്റിയൊക്കെയാണ് സൂചിപ്പിച്ചത്. ഇനി സുലൈമാൻ നബിയുടെ മരണം, ആ സമയത്ത് ജിന്നുകളിൽ നിന്നുണ്ടായ പ്രതികരണം, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് 14-ാമത്തെ സൂക്തം അള്ളാഹു വിശദീകരിക്കുന്നത്. സുലൈമാൻ നബിയുടെ മേൽ മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചത് ചിതലായിരുന്നു എന്നാണ് ഈ 14-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗം വ്യക്തമാക്കുന്നത്. ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്, ചിതലല്ലാതെ അത് അറിയിച്ചിട്ടില്ല. ഇവിടെ സാധാരണഗതിയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകൾക്ക് കഠിനമായ എന്തെങ്കിലുമൊക്കെ ജോലികൾ നൽകിയിട്ട് അവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ച് രക്ഷപ്പെടാൻ തക്കം ഭാഗത്ത് നിൽക്കുന്നവരായിരുന്നു ജിന്നു വിഭാഗത്തിലെ പിശാചുക്കൾ. അത് ഇവയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച വചനങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ ആ നിലക്ക് അവസരം കാത്തിരിക്കുന്ന ജിന്നുകളെ ജോലി ഏൽപ്പിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവിൽപ്പെട്ടതായിരിക്കാം. അങ്ങനെ ഒരു ദിവസം ജിന്നുകൾ ജോലി ചെയ്യുന്നിടത്ത് അത് നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തെ പിടികൂടിയത് എന്നതാണ് വചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, അദ്ദേഹം പ്രാർത്ഥനാ മുറിയിലായിരുന്നു എന്നും അവിടെ നിന്ന് ജിന്നുകൾ ജോലി ചെയ്യുന്നത് കാണുന്ന രൂപത്തിൽ തുറന്നൊരു ഭാഗം ആ പ്രാർത്ഥനാ മണ്ഡപത്തിനുണ്ടായിരുന്നു എന്നും അവിടെ നിന്നാണ് സാധാരണ ജിന്നുകൾ ജോലി ചെയ്യുന്നത് അദ്ദേഹം വീക്ഷിക്കുകയും നോക്കിക്കാണുകയൊക്കെ ചെയ്യാറുള്ളത് എന്നും അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മരണം പിടികൂടിയിട്ടുള്ളത് എന്നൊക്കെയുള്ള രണ്ടാമതൊരു അഭിപ്രായം ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. അള്ളാഹു ആലം. ഏതായിരുന്നാലും ജിന്നുകളുടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ജോലി ചെയ്യുന്ന തരത്തിലുള്ള ജിന്നുകൾ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് ഖുർആൻ നസ്സായിട്ട് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിൽ ഏറ്റവും മികച്ച അഭിപ്രായം ജിന്നുകളുടെ അടുത്ത് തന്നെയായിട്ട് അദ്ദേഹം അത് വീക്ഷിക്കുന്ന രൂപത്തിൽ ഉണ്ടായിരുന്നു എന്നത് ആവാം. അള്ളാഹു ആലം. ഏതായിരുന്നാലും ജിന്നുകൾ വേല ചെയ്യുന്നവരും സുലൈമാൻ നബി അവരെ വീക്ഷിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ മരണം പിടികൂടിയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. ഇനി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു. ഈ വാർത്ത ചിതലുകൾ മുഖേനയാണ് ആദ്യമായി അറിയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നത്. തന്റെ ഊന്നുവടിയിൽ, ഇവിടെ മിൻസഅത്ത് എന്ന് പറഞ്ഞല്ലോ, ഊന്നുവടി ഇങ്ങനെ കുത്തിപ്പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വടിയാണ്. അറബി ഭാഷയിൽ അസ്വ എന്നുമൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒരു രാജാവൊക്കെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊണ്ടെടുക്കുന്ന വടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു വിശേഷമൊക്കെ ആയതുകൊണ്ടാവാം അസ്വ എന്നതിന് പകരം ഇവിടെ മിൻസഅത്ത് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ആട്ടിടന്മാർ കൊണ്ടെടുക്കുന്ന വടിക്കൊക്കെ മിൻസഅത്ത് എന്ന് പറയാറുണ്ട്. അള്ളാഹു അലം. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഊന്നുവടി എന്ന് മനസ്സിലാക്കാം, മിൻസഅത്ത്. അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുമ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടും അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം നിലകൊള്ളുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചിതലുകൾ വന്ന് വടിയുടെ അഗ്രഭാഗം തിന്നു തുടങ്ങിയപ്പോൾ ആ വടി താഴെ വീഴുകയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നിലം പതിക്കുകയുമാണ് ചെയ്തത്. ഇത് ഖുർആൻ അങ്ങനെ തന്നെ പറയാണ്. അപ്പൊ മരണപ്പെട്ടിട്ട് എത്ര സമയം സുലൈമാൻ നബി തന്റെ ഊന്നുവടിയിൽ നിശ്ചലനായി നിന്നു എന്നതൊന്നും നമുക്ക് തീർത്തും പറയാവുന്ന കാര്യങ്ങളല്ല. അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുമില്ല. ഏതായിരുന്നാലും അദ്ദേഹം ആ നോക്കിക്കണ്ടിരുന്ന അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന അതേ രൂപത്തില് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മരണപ്പെട്ടിട്ടും ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. അത് ആ അദ്ദേഹത്തിന്റെ വടി ചിതല് നിന്ന് വടി വീഴുകയും അദ്ദേഹം നിലം പതിക്കുകയും ചെയ്തപ്പോഴേ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുകയും ചെയ്തു. അവിടെ ജോലി ചെയ്യുന്ന ജിന്നുകൾ അത് അറിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. എത്ര കാലം അദ്ദേഹം അങ്ങനെ ആ വടിയിൽ ഊന്നിപ്പിടിച്ച് മരണപ്പെട്ടിട്ട് നിന്നു എന്നുള്ളത് ഒരുപക്ഷെ അത് മാസങ്ങളായിരിക്കാം, ആഴ്ചകളായിരിക്കാം. കാരണം ചിതലൊക്കെ വന്ന്
വടിയൊക്കെ തിന്നത് താഴെ വീഴണമെങ്കിൽ അത്രമാത്രം സമയമെടുക്കും എന്ന നിലക്ക് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ അത്രയൊന്നും വേണ്ട, കേവലം ദിവസങ്ങളോ മണിക്കൂറുകളോ ഒക്കെ മതി ചിതലുകൾ തിന്ന് വടി താഴെ വീണു പോവാനൊക്കെ എന്ന രീതിയിൽ അഭിപ്രായമുണ്ട്. അപ്പൊ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ആ മരണശേഷം അദ്ദേഹം അങ്ങനെ തുടർന്നു നിന്നു എന്നതിനെ നമുക്ക് വായനയിൽ നിന്ന് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ ജിന്നുകളുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ ആ മരണവാർത്ത നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ജോലിയൊക്കെ ചെയ്ത് നിർത്തി ഒഴിവാക്കി പോകുമായിരുന്നു, ഞങ്ങൾ ഈ നിന്ദ്യമായ ശിക്ഷയിൽ തുടരുമായിരുന്നില്ല എന്നവർ പറയുന്ന സംസാരം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരല്പം കേവലം മിനിറ്റുകളോ മണിക്കൂറുകളോ എന്നല്ല, അതിൽ കൂടുതലായിട്ടൊക്കെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപക്ഷെ ആ വടിയിൽ ഊന്നിപ്പിടിച്ച് മരണപ്പെട്ടിട്ടും നിന്നിട്ടുണ്ടാവും, തുടർന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഒന്നുകൂടിയും അനുയോജ്യമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് തോന്നുന്നു. ഇവിടെ ഈ വചനത്തിൽ വളരെ കാര്യഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആ വചനത്തിന്റെ അവസാന ഭാഗമാണ്. അതായത് ഫലമാ ഖറ തബയ്യനത്തിൽ ജിന്നു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം താഴെ വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജിന്നുകൾ മനസ്സിലാക്കി, അല്ലോ കാനു യഅലമുനൽ ഗൈബ, ഞങ്ങളെങ്ങാനും അദൃശ്യം അറിയുന്നവരായിരുന്നെങ്കിൽ മാ ലബിഥു ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ ശിക്ഷയിൽ ഞങ്ങൾ തുടരുമായിരുന്നില്ല എന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ പ്രത്യേകം അടിവര ഇടേണ്ടത്. തങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരി മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടി നിർബന്ധ വിധേയത്തിന് വഴങ്ങി ജോലി ചെയ്തിരുന്ന ജിന്നുകൾ പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം. വടി നിലത്ത് വീണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നിലംപതിച്ചപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഈ മനുഷ്യൻ, ഈ മഹാനായ രാജാവ് പ്രവാചകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. മരണപ്പെട്ട ഒരു യജമാനന് വേണ്ടി നിന്ദരായി പരിഹാസ്യരായി ജോലി ചെയ്യേണ്ടി വന്നല്ലോ, മരണവാർത്ത കൃത്യസമയത്ത് തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പെടാപ്പാടുപെട്ട് നിന്ദരായി ജോലികളൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ജിന്ന് വിഭാഗം അയവിറക്കുന്നുണ്ട്, അവരപ്രകാരം പറയുന്നുണ്ട്. അതാണ് അല്ലോ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിഥു ഫിൽ അദാബിൽ മുഹീൻ എന്നുള്ളത്. ഞങ്ങൾ ഈ ദുരിതത്തിൽ ഒരിക്കലും തുടരുമായിരുന്നില്ല എന്നൊക്കെ അവര് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ കൃത്യമായിട്ട് നമുക്കുള്ളൊരു മെസ്സേജ്, ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുകൾക്ക് അദൃശ്യമറിയാം എന്ന വാദം, എന്ന ജൽപ്പനം എല്ലാ കാലത്തുമുള്ള മനുഷ്യരിലും ചില വിഭാഗക്കാർ ഇങ്ങനെ വിശ്വസിച്ചു പോന്നിട്ടുണ്ട്. മാത്രമല്ല ജിന്ന് വിഭാഗത്തെ കീഴ്പ്പെടുത്തിയും പൂജിച്ചും സേവകൾ ചെയ്തും അവരെ പ്രീതിപ്പെടുത്തിയും പല അദൃശ്യകാര്യങ്ങളും മറഞ്ഞ സംഗതികളും അറിയാനും കണ്ടുപിടിക്കാനും തരപ്പെടുത്തിയെടുക്കാനൊക്കെ കഴിയുമെന്ന് വിശ്വസിക്കുന്ന വാദിക്കുന്ന ആളുകള്, അന്ധവിശ്വാസികള്, അവർക്കുള്ള പ്രമാണം കൊണ്ടുള്ള കൃത്യമായ അള്ളാഹുവിന്റെ ഒരു മറുപടിയാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നൽകുന്നത് എന്നതാണ്. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അതിങ്ങനെ വിശദീകരിക്കുകയാണ് അല്ലെ. സ്വന്തം ചാരത്തുള്ളത് പോലും, അവരുടെ ഏറ്റവും അടുത്ത് എന്ന് പറയത്തക്ക രീതിയിലുള്ളത് പോലുമായ ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം, അതവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അറിയാതെ അവർ പിന്നെയും അവരുടെ ആ ഒരു ദുരിതത്തില്, ആ ഒരു നിന്ദ്യതയിൽ അവർ തുടരുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അദൃശ്യ അറിവിന്റെ കാര്യത്തിൽ ഈ ജിന്ന് വിഭാഗം അവർ പരമ ദുർബലരാണ് എന്ന്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ജിന്നിന്റെ പേരിൽ ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ കണ്ടുപിടിച്ചു പറയാനും അറിയിക്കാനും അവരെ വശീകരിച്ച് മാരണം, കൂടോത്രം, സിഹർ പോലുള്ളതൊക്കെ നടത്തുന്ന സകല അന്ധവിശ്വാസങ്ങളെയും അല്ലെ, അതിനൊക്കെ പിന്നിൽ ജിന്നു സേവയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അത്തരം എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഈ മുളയിലെ നുള്ളിക്കളയാൻ വിശ്വാസികൾക്ക് മതിയായ ഒരു പ്രമാണം, ഒരു തെളിവ് എന്ന നിലക്കാണ് ഈ വചനത്തിലെ ഈ ഒരു പ്രതിപാദ വിഷയം, പ്രത്യേകിച്ച് അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ജിന്നുകളുടെ സംസാരം ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അദൃശ്യജ്ഞാനം, അത് ഗൈബ്, അതറിയുന്നവൻ ഇല്ലല്ലാ അല്ലെ, അള്ളാഹു അല്ലാതെ വേറൊരാളും ഒരു ശക്തിക്കും അതിന് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായി അങ്ങനെ ചില അദൃശ്യകാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒരു വകയൊക്കെ അതിൽ നിന്നൊരു ഭാഗമൊക്കെ അറിയാൻ ജിന്നുകൾക്ക് കഴിയുമെന്നുള്ള എന്തൊക്കെയോ ചില അബദ്ധധാരണകൾ, തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള വർത്തമാന യുഗത്തിലും പുരോഗതിയുടെ കാലത്തൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവർ ധാരാളമാണ്. അവരൊക്കെ മുമ്പിൽ സൂറത്ത് സബയിന്റെ 14-ാമത്തെ വചനം അവരുടെ ആവാദത്തെ, അവരുടെ ആജൽപ്പനത്തെ, അവരുടെ ആ ഒരു നിലപാടിനെ, വിശ്വാസധാരയെ തീർത്തും തള്ളിപ്പറയുന്ന
ഒരാശയമാണ്, ഒരു വിശദീകരണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അദൃശ്യകാര്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അത് അല്ലാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലും അറിവിലും കാര്യങ്ങളിലും പെട്ടതാണെന്നുള്ള ഉറച്ച വിശ്വാസം, ആ ഒരു ബോധ്യം എപ്പോഴും നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു പാഠം കൂടെ പകർന്നുകൊണ്ടാണ് ഈ സുലൈമാൻ നബിയുടെ വിഷയത്തെ, ഈ ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി തുടർന്ന് മറ്റുള്ള ചില കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.